ലാൽസറിന്റെ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെരിവ് എന്തായാലും ഉണ്ടാവും. ഞാനിങ്ങനെ കോസ്റ്റ്യൂമിൽ ആൾ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ അപ്പോ ഇങ്ങനെ ചെരിഞ്ഞുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോ ഇതേത് മോഹൻലാൽ, ഞാൻ എവിടെ തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്തെങ്കിലും ചെരിഞ്ഞടക്കണ. ഓക്കെ, അപ്പൊ ഇന്ന് ചെരുവ് മോക്കാ കിട്ടിയതൊക്കെ ചെറിയൊരു ചെരുവ്. തിയേറ്റർ പോയ സമയത്തെ ഈ SI ബെന്നിനെ ഈ പറഞ്ഞ സ്ലീപ്പർ ക്ലാസ് ഓഡിയൻസ് കയറി മേയോ? സ്ലീപ്പർ ക്ലാസ് അല്ല, കാരണം എല്ലാരും ഈ മെസ്സേജസ് ഒക്കെ വരുന്നതിലൊക്കെ പുറത്ത് ഓവർസീസിലൊക്കെ ഉള്ളവരൊക്കെ പടം കണ്ടിട്ട് ആദ്യം വരുന്ന മെസ്സേജ് മിസ്റ്റർ ജോർജ് എന്നെ വിളിക്കുന്നവരെയാ, എടാ ബെന്നി കഴിവേറി, അങ്ങനെയാണ് ആദ്യത്തെ അത്. താൻ എന്തോടെ കാണിച്ചേ, അടിയുടെ വർത്താനമാണ് ആദ്യം വരുന്നത്. പിന്നെ ചേട്ടാ വളരെ നന്നായിട്ട് ഇഷ്ടമായിരുന്നില്ല. ഞാനിപ്പോ വനിത വിനീത പടം കണ്ട് ഫസ്റ്റ് ഡേ കണ്ടപ്പോ എന്നെ ഒരു അമ്മ വന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് കാണുമ്പം ഒരു അടി തരണം എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ പപ്പുചേട്ടന്റെ മോൻ അതിനെ കൊണ്ട് അതിനെ കൊണ്ട് രക്ഷപ്പെടുന്നിട്ട് അടി കിട്ടാണ്ട് എല്ലാ സ്ഥലത്തും ആദ്യം കാണുമ്പോ ഇങ്ങനെ ഈ സെറ്റിലെ ലാലേട്ടനും ശോഭന ചേച്ചിയും വന്ന സമയത്ത് ഇപ്പം അവർക്ക് ഒബ്വിയസ്ലി എത്ര മെമ്മറീസ് പപ്പുചേട്ടനെ പറ്റി അവർക്ക് ഉണ്ടാവുക. നമ്മുടെ തലയിൽ കൂടെ തന്നെ എത്രയോ പടങ്ങൾ പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു ഇത് എന്തെങ്കിലും മെമ്മറി ഷെയറിങ്ങോ ഓർമ്മകളോ അവര് പറയുന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? അതിന് സമയം അവർക്ക് നമ്മള് എന്താ പറയാ, നമ്മള് ആ മൊമെന്റിലല്ലേ ലിവ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അവർക്ക് നമ്മളെ അറിയാം. അതിന്റെ ഒരു അവർക്ക് അങ്ങനെ ഒരു അച്ഛൻ എന്നുള്ള ഒരാളുടെ മെമ്മറീസ് അവര് മാമിന്റെ അടുത്ത് ലാൽസോട് ചോദിച്ച് ആളെ മനസ്സിലായോ? അറിയാം, എനിക്കറിയാം. ഞാൻ മാമിന്റെ ഒരു പരിപാടിക്ക് ഇവിടെ അറ്റൻഡ് ചെയ്തിരുന്നു കുറെ മുന്നേ. കാരണം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് തരുണാണ് എന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാമിന് ഫസ്റ്റ്. അപ്പം ലൈക്ക് അവർക്ക് എന്താ പറയാ, അവര് സംസാരത്തിലും അവരുടെ ഞാൻ കഴിഞ്ഞ റെഡ് എഫ്എമ്മിന്റെ ഇന്റർവ്യൂല് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ അച്ഛനെ അത് തേന്മാൻകുമ്പത്തിൽ എങ്ങനെയാണ് അതിന്റെ നേരെ വിപരീതമായിട്ടാണ് ഞാനിപ്പോ ഇവർ രണ്ടാളെ ഇടയില് അമ്മാവന്റെ നേരെ അമ്മാവനായിരുന്നു. പിന്നെ പറയൂ, എന്താണ് തിയേറ്ററിലൊക്കെ പോയിട്ടുള്ള ആദ്യമായിട്ടല്ലേ ഇങ്ങനെ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരെ കാണുന്നത്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളതും ഇഷ്ടം കാണിക്കുന്നതൊക്കെ. എങ്ങനെയാണ്? ഞാൻ ശരിക്കും സ്റ്റണ്ടായി ഇപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോ. ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ കണ്ടത്. ഇതില് ഒരു ചാൻസ്, ഒരു പാർട്ടാവാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വെറുതെ ഇവിടെ വീട്ടിലിരിക്കുവായിരുന്നു. ഇങ്ങനെ ചിന്തേട്ട ഇങ്ങനെ വിളിച്ചിട്ട്, ചിന്താവൻ വിളിച്ചിട്ട്, അതെ ഒരു കാര്യമുണ്ട്. ഞാൻ പപ്പ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിപ്പോയി. ഞാനിങ്ങനെ പുറകെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്, എന്താ സംഭവം? പപ്പ മോഹൻലാലോ? മോഹൻലാലോ? ഏത്? ഞാനിങ്ങനെ അല്ല, ഇതെല്ലാം പറഞ്ഞ ശേഷം പപ്പ ഇങ്ങനെ പറയാ. ഞാൻ പറഞ്ഞു വെറുതെ എന്നിട്ട് ചിന്താവനെ പറഞ്ഞ് ഇത് സേഫാണ്, പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ സത്യം തന്നെയാണോ? എനിക്ക് പേടിയോ എക്സൈറ്റ്മെന്റോ എന്തൊക്കെയൊക്കെയോ കേറി വന്നു. ഞാൻ ഇത് ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു. എന്നിട്ട് പപ്പ വേഗം ഓടിക്കോ 5 ഡ്രസ്സിലും ഫോട്ടോ എടുക്കാണ്ട് വേഗം ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് എന്നിട്ട് പറഞ്ഞു നാളെ 3 മണിക്ക് വരണം. നാളെ 3 മണിക്ക് വരണം. അവിടെ ചെന്നു തരുൺ സാർ ഇങ്ങനെ പറഞ്ഞു 5 മിനിറ്റ് തരാം, ഇന്ന സംഭവമാണ്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്പോട്ട് ചെയ്യാം. എന്നിട്ട് മൂപ്പരാണ് ബാക്കിൽ നിന്നിട്ട് ഡയലോഗ് ഒക്കെ പറയുന്നത്. എന്നിട്ട് മൂപ്പര് വന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. എന്നിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. അവിടെ ഞാൻ പേടിച്ചു. എന്നിട്ട് ബാക്കിലൊക്കെ കയറി ഞാൻ കരഞ്ഞു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ്. എന്നിട്ട് പേടിച്ചോ? പേടിയോ? എനിക്കോ ഒരു പേടിയില്ല. എന്നിട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് പോയി. എന്നിട്ട് ഒരു ആഴ്ചയായി, 2 ആഴ്ചയായി, ഒന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് വീട്ടില് ഗസ്റ്റ് ഉണ്ടായിരുന്നു.
വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് സ്റ്റക്കായി ഒരു സെക്കൻഡത്തേക്ക്. ആദ്യം എന്റെ ബ്രദർ അവനെ വന്ന് പറഞ്ഞു, ട്വിൻ ബ്രദർ ഉണ്ട്. ട്വിൻ ബ്രദർ അവൻ സിംഗറാണ്, പിന്നെ ടോപ്പ് സിംഗറിലൊക്കെ കാര്യത്തിലൊക്കെ പോയിട്ടുണ്ട്, ഫൈനൽ വരെ കേറിയിരുന്നു, പിന്നെ വിളിച്ചില്ല. പേരെന്താ? ആദിത്യദേവ്. അപ്പൊ അവൻ വന്നാണ് ഇങ്ങനെ പറയണേ, ഞാനിങ്ങനെ സ്റ്റണ്ടായി. അവന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? മതിയോ? അല്ലേ രണ്ടോളും ഐഡന്റിക്കൽ ഒന്നും അല്ല, ഐഡന്റിക്കൽ അല്ല, ഫെർട്ടേണൽ. എന്നാലും ഒരു ബ്രദറിന്റെ റോളുണ്ട്, ബ്രദറിന്റെ റോളുണ്ട്. അവൻ വന്നിട്ട് ഇങ്ങനെ നീ സെലക്റ്റഡ് ആയി, ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായി. എന്നിട്ട് ഇവൻ തുള്ളാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞിട്ട് എല്ലാം പ്രോസസ് ചെയ്തിട്ട് ഞാനും തുള്ളുന്നു. എന്നിട്ട് അവിടെ ഗസ്റ്റ് ഒക്കെ ഇന്നിങ്ങനെ നോക്കുന്നത് വട്ടായ ഇവരെന്ത് ഇങ്ങനെ കിടന്ന് തുള്ളത്. അല്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും അടിയാ, എപ്പോഴും അടി. കീരിയും പാമ്പ് പോലെ ഇങ്ങനെ അടിക്കും, ഇവന്റെ മുടി പിടിച്ച് വലിക്കും. ഞാനാണ് അതില് അടിക്കാരി. ആളൊരു പാവാണ്, പാവം കാണാൻ ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ചു പോട്ടാ. പക്ഷെ ചൊറിയാണ് വായ കൊണ്ട്. ഇതൊക്കെ അവിടെ എത്തിക്കാൻ അയ്യോ. അപ്പൊ അമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞു, പപ്പയെ വന്ന് ഇങ്ങനെ പറഞ്ഞു, നീ ശരിക്കും സെലക്റ്റഡ് ആയി. അപ്പൊ അമ്മ ഇവളെന്ത് കണ്ടിട്ടാണ്, ഇവളെന്ത് കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തേ എന്നെ കാണാൻ ലുക്കില്ലേ? അപ്പൊ പപ്പ പറഞ്ഞു ശരി എന്നാ ഇന്ന് ചെന്നോ എന്ന് പറഞ്ഞു. ചെന്ന് പൂജാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാഷ്വലായിട്ട് പോവാന്ന് വിചാരിച്ചു. അമ്മ നീ ധാവണി എടുത്തിട്ട് പോയാൽ. ഞാൻ ധാവണി എടുത്ത് കൊടുത്ത് ചെല്ലുമ്പോ എല്ലാരും ടോപ്പും പാന്റും അതൊക്കെ ഇട്ടിട്ട് ഇവള് ധാവണിട്ട് വന്നപ്പോ അവിടെ നോക്കുമ്പോ ഇവള് നോക്കുമ്പോ ബാക്കിയെല്ലാരും വളരെ നോർമലായിട്ട് നമ്മളത് ഷൂട്ടുകളൊക്കെ ഇവളങ്ങനെ ഈശ്വര പെൺകുട്ടിയൊക്കെയല്ലേ ഇരിക്കട്ടെ ധാവണി. ഇനി മേലാരും എന്തുവാടി സെറ്റിലേക്ക് വരുമ്പോ നോർമലായിട്ട് എന്താ കിട്ടും വന്നാ പറയാ, ഇങ്ങനെ കിട്ടും. ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞതല്ലേ, അത് അമ്മമാരെ കാര്യമാണ് പറഞ്ഞു. അല്ല ഒരു ബെസ്റ്റ് കാണണം. അതെ അതെ, അതെല്ലാരും അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും പുഷ് ചെയ്യുന്നത്. ഞാൻ ലേസിയാണ്. ഇനി ഒരു പടം വരാനുണ്ട്, ഒരു പടം വരാനുണ്ട്. ചോദിച്ചായിരുന്നോ റോള്? തരുൺ മൂർത്തി ആൻഡ് ബിനു കപൂർ ചോദിച്ചില്ല? അല്ല അത് അറിയാലോ. ഉണ്ട്, അറിയാലോ. പടം അറിയാലോന്നല്ല, റോളുണ്ടോന്ന്. അതായത് ഒരു റോള്, എന്റെ റോള് എനിക്കുള്ള റോൾ അവിടെ സെറ്റ് അല്ലേന്ന് ചോദിച്ചില്ല. മോശമല്ലേ ചോദിച്ചോളെ, ഉണ്ടെങ്കിൽ വിളിക്കുമല്ലേ. ഞാൻ എക്സൈറ്റഡ് ആണ്. ഇനി അടുത്ത പടം ഞാൻ ഇന്നലെ ചോദിക്കായിരുന്നു, അടുത്ത പടം എപ്പോഴാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് പണ്ട് ഈ ഓപ്പറേഷൻ ജാവയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സൗദികളിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പണ്ട് ഓപ്പറേഷൻ ജാവയൊക്കെ ആയി പഴക്കം, നമ്മള് കിലുക്കൊക്കെ പഴക്കം പറയാ. LKG പഠിക്കുമ്പോ ഓപ്പറേഷൻ ജാവ ഇറങ്ങിയതൊക്കെ ഞാൻ ജനിച്ചു 2010.